ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിന് മാനവരാശിയോടുള്ള സ്നേഹം അത് ഒരിക്കലും അളക്കാൻ സാധിക്കാത്തതാണ്. വളരെ ഡീപ്പായിട്ടുള്ള സ്നേഹമാണ്. അവനിൽ നിന്നാണ് നമ്മുടെ സ്ട്രെങ്ത് വരുന്ന, നമ്മുടെ ശക്തി. അവനാണ് നമ്മളുടെ ശക്തി, അവനാണ് നമ്മളുടെ സോങ്, നമ്മളുടെ പാട്ട്, അല്ലെ അവനാണ് നമ്മുടെ ചുറ്റുമുള്ള പരിചയം, അല്ലെ നമ്മുടെ ഷീൽഡ് അവനാണ്. അവനിൽ നിന്നാണ് നമുക്ക് എല്ലാം ഉള്ളത്. എല്ലാ ഗുഡ് ഗിഫ്റ്റ്സും വരുന്നത് ദൈവത്തിൽ നിന്ന് ആണല്ലോ, അല്ലെ. എല്ലാം ദൈവത്തിൽ നിന്ന് തന്നെ. അപ്പോൾ മനുഷ്യവർഗത്തെ എത്രമാത്രം ദൈവം സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിശാചിന് മനുഷ്യവർഗത്തെ കണ്ണെടുത്താൽ കാണത്തില്ല, അല്ലെ. പിശാചിനും മനുഷ്യവർഗത്തെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്നൊരു തീരുമാനത്തോടു കൂടി നടക്കുന്ന ഒരു ആളാണ് പിശാച്, അല്ലെ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക, അല്ലെ. നമ്മളുടെ യേശുക്രിസ്തു 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ചെയ്തതിന് ശേഷം യേശുവിനെ ചെന്ന് ടെംപ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയ വ്യക്തിയാണ് പിശാചെങ്കിൽ നമ്മളെ വെറുതെ വിടുവെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുന്നത് പോലും മോശമല്ലേ, അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറഞ്ഞേ, പിശാച് മനുഷ്യന്റെ പുറകെയുണ്ട്. പക്ഷെ അവനെ ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ഉള്ള ഹോളി സ്പിരിറ്റ് ഗോഡ് പിശാചിനെക്കാളും എത്രയോ വലിയ ഹോളി സ്പിരിറ്റ് ഗോഡ് ദൈവമല്ലേ. ഈ പിശാചിന് പറഞ്ഞൊരു സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിയല്ലേ. പക്ഷെ അതേ സമയത്ത് അവന്റെ പവറിനെ പറ്റി നമ്മൾ ഒട്ടും തന്നെ അറിയാത്തവരാകരുത്, അല്ലെ. ദൈവം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ശത്രുവിന്റെ സകല ബലത്തിനും മേലെ ചവിട്ടാനുള്ള അതോറിറ്റി, അല്ലെ, പവറിന് മേലെ ചവിട്ടാനുള്ള ചവിട്ടി തൂക്കുള്ള അതോറിറ്റി നമ്മുടെ ദൈവം തന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം പറയുന്ന അവന് പവർ ഉണ്ട് എന്ന് പറഞ്ഞു, പിശാചിന് പവർ ഉണ്ടെന്ന് പറഞ്ഞു. കാരണം ദൈവത്തിന്റെ മുമ്പ് നിന്നതൊരു ചെറുവായിരുന്നു പിശാച്. അപ്പൊ അതാണ് ഇന്നത്തെ എന്റെ ടോപ്പിക്ക്. യേശുവിനെ എന്താ പറയുക, ആ വെൽഡർനെസ്സിൽ വെച്ച് യേശു 40 ദിവസം ഉപവാസ പ്രാർത്ഥന എടുത്തതിന് ശേഷം യേശുവിനെ ടെംപ്റ്റ് ചെയ്യാൻ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചതിന് ശേഷം നടക്കാതെ വന്നപ്പോൾ പിശാച് ഒരു ആറ്റിറ്റ്യൂഡ് എടുത്ത് ഞാൻ കുറെ എന്താ പറയുക കാത്തിരിക്കാൻ പോവുകയാണ്, അല്ലെ, ഒരു ഓപ്പർച്യൂണിറ്റിക്ക് കിട്ടുന്നതിന് വേണ്ടി. അതാണ് അവന്റെ മനസ്സ്, പിശാചിന്റെ. അപ്പൊ അത് നമ്മളും ഒന്ന് കരുതി വെക്കണം, അല്ലെ. അവൻ നമ്മളെ വെറുതെ വിടത്തില്ല. പേടിക്കേണ്ട കാര്യമില്ല, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, അല്ലെ. അപ്പൊ അതാണ് ഇന്നത്തെ ഞാൻ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് സംസാരിക്കാം. കർത്താവ്, ഈ സമയത്ത് നന്ദി പറയുന്നു. കർത്താവിന്റെ സ്നേഹത്തിന് നന്ദി. ഓ ലോർഡ് ഫാദർ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അങ്ങ് ഞങ്ങളുടെ പരിചയമാകുന്നു, ഞങ്ങളുടെ ഷീൽഡ് ആകുന്നു, ഞങ്ങളുടെ സോങ് ആകുന്നു, ഞങ്ങളുടെ സ്ട്രെങ്ത് ആകുന്നു. ഞങ്ങളുടെ സ്ട്രെങ്ത് അങ്ങിൽ നിന്ന് വരുന്നു. കർത്താവ്, താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിനായിട്ട് നന്ദി പറഞ്ഞു, എന്നും ഉണ്ടാകും എന്നുള്ളതിനായിട്ട് നന്ദി പറഞ്ഞു. താങ്ക് യു സോ മച്ച് മാസ്റ്റർ. ഒരു വർക്കും എനിമിയുടെ ഒരു വർക്കും ഞങ്ങളെ യേശത്തില്ല. കാരണം ഞങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ അങ്ങയുടെ ചെറുകിന്റെ താഴെയാണ്. താങ്ക് യു സോ മച്ച് മാസ്റ്റർ. ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ടും പിതാവിനായിട്ടും നന്ദി പറഞ്ഞു, പിതാവിന്റെ സ്നേഹത്തായിട്ട് നന്ദി പറഞ്ഞു. യേശുവിൻ നാമത്തിൽ ആമേൻ. ലൂക്കോസ് സുവിശേഷത്തിലേക്ക് പോകാം. 4-ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 13 വാക്കുകൾ പെട്ടെന്നൊന്ന് വായിക്കാം. എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, കാര്യമാണിത്. പക്ഷേ ഒന്നാലും പെട്ടെന്ന് നമുക്കൊന്ന് വായിക്കാം. അതിന്റെ 13-ാമത്തെ വാക്കാണ് ഇന്നത്തെ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. യേശുവിന്റെ കാര്യത്തിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി അവൻ കാത്തിരുന്നെങ്കിൽ നമ്മളെ വെറുതെ വിടുവോന്നൊന്നും വിചാരിച്ചോണ്ടാ മതി, അല്ലെ. അപ്പൊ നമ്മൾ അവനെ പറ്റി അറിയുക, അവൻ ഉണ്ട്, പിശാചുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക, അവന് ശക്തി ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷെ അതിനേക്കാളും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഹോളി സ്പിരിറ്റ് ഗോഡ് ദൈവമാണെന്ന് മനസ്സിലാക്കുക. ദൈവത്തിൽ നിന്നുള്ളതെല്ലാം ഈ ലോകത്തെയും പിശാചിനെയും എല്ലാത്തിനെയും അതിജീവിച്ചിരിക്കും. കാരണം ദൈവം അതിജീവിക്കും. ദൈവത്തിനെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ ആ ദൈവത്തിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തിരിക്കുന്ന വ്യക്തികൾക്ക് എങ്ങനെ തോക്കാൻ സാധിക്കും, അല്ലെ. തോക്കത്തില്ല, നമുക്ക് തോക്കാൻ സാധിക്കത്തില്ല. നമ്മൾ തന്നെ ചെന്ന് അടിയറവ് പറഞ്ഞാലേ ഉള്ളൂ, അല്ലെ. സേറ്റനോട്, പിശാചിനോട് നമ്മൾ ചെന്ന് അങ്ങോട്ട് അടിയറവ് പറഞ്ഞെങ്കിലേ ഉള്ളൂ. നമ്മളെ ഇങ്ങോട്ട് വരാൻ അവന് സാധിക്കത്തില്ല, അല്ലെ. അപ്പൊ അതിന് തന്നെ നമുക്കറിയാം, യാക്കോബിനകത്ത് ജെയിംസിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതാ, സബ്മിറ്റ് ടു ഗോഡ്, എന്നിട്ട് പിന്നെ സേറ്റനെ റെസിസ്റ്റ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്, അല്ലെ. നമ്മള് ദൈവത്തിലേക്ക് നമ്മളെ തന്നെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ദൈവത്തിന്റെ കൺട്രോളിലായിരിക്കുമ്പോൾ, ദൈവം പറയുന്ന പോലെ നമ്മളെല്ലാം കേട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ ദൈവത്തിലെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികള് എന്താ പറയുക, ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളുടെ നേരെ നിൽക്കാൻ പിശാചിന് സാധിക്കത്തില്ല, അല്ലെ. അങ്ങനെയാകുമ്പോൾ അവനെ എതിർത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ അവനെ എതിർക്കാൻ സാധിക്കും. അപ്പൊ അവനോട് പോകാൻ പറഞ്ഞ അവന് പോയേ സാധിക്കും, അല്ലെ. പിന്നെ എനിക്ക് ഈ ആദ്യത്തെ 12 വാക്കിൽ നിന്ന് കുറച്ചൊന്ന് സംസാരിക്കണമെന്നുണ്ട്. പെട്ടെന്ന് നമുക്കൊന്ന് വാക്കിയത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോ ലൂക്കോസിന്റെ 4-ന്റെ 1 തൊട്ട് 13 വരെയുള്ള വാക്കുകൾ,
യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കാം. നീ ദൈവപുത്രൻ എങ്കിൽ എന്നുള്ള ചോദ്യം വന്നതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നേരത്തെ യേശു ബാപ്റ്റിസം കഴിഞ്ഞ് വന്നപ്പോഴേക്കും പിതാവ് പറയുന്ന കാര്യം ഇത് സൈറ്റൻ കേട്ടല്ലോ, നീ എന്റെ ബിലവഡ് ആയിട്ടുള്ള സണ്ണാവുന്നു, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം പിതാവ് പറഞ്ഞ കാര്യം കേട്ടല്ലോ. അപ്പൊ പിശാചും കേട്ടല്ലോ. അപ്പൊ കേട്ടുകൊണ്ട് വന്ന് ചോദിക്കുക, നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. അല്ലെ, നീ ദൈവപുത്രൻ എങ്കിൽ എന്നത് പിശാചിന് ഉറപ്പിക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഒരാൾ വരുന്നു, സൈറ്റന്റെ തല ചവിട്ടി പൊളിക്കാനായിട്ട് ഒരാൾ വരുന്നു അല്ലെ, സ്ത്രീയുടെ മകൻ അല്ലെ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ വന്നിരിക്കുന്ന ആള് യേശുക്രിസ്തു അല്ലെ, തന്റെ മുമ്പിലിരിക്കുന്ന ഈ ആള് ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ദൈവത്തിന്റെ പുത്രന്റെ ഈ ലോകത്തുള്ളേക്ക് വരവിന്റെ ഉദ്ദേശം എന്താന്നുള്ള കാര്യം സൈറ്റന് കൃത്യമായിട്ട് അറിയാം അല്ലെ. അപ്പോ പിന്നെ ഒരു കാര്യം കൂടെ സൈറ്റന് അറിയാം, പിതാവും പുത്രനും ഒന്നാന്നുള്ള കാര്യം. ഇത് മുമ്പിലിരിക്കുന്ന ദൈവമാണെങ്കിൽ അല്ലെ, ഇത് ദൈവത്തിന്റെ വരവ് എന്താണെന്നറിയാം. അപ്പോ തന്റെ ഫ്യൂച്ചർ എന്താന്നുള്ള കാര്യം സൈറ്റന് അറിയാം, കൃത്യമായിട്ട് അറിയാം അല്ലെ. തന്നെ പാതാളത്തിൽ ഒരിക്കലും കെട്ടുപോകാത്ത തീയില് ദൈവം തള്ളാൻ പോകുന്നുള്ള കാര്യം അറിയാം. അപ്പൊ ദൈവം ഈ ലോകത്തിലേക്ക് വരുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതേ സൈറ്റന്റെ തല ചവിട്ടി പൊട്ടിക്കാൻ അതൊരു കാര്യം. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് അല്ലെ, സൈറ്റന്റെ തല ചവിട്ടി പൊട്ടിക്കാൻ വേണ്ടി ദൈവത്തിന് ഈ ലോകത്തിലേക്ക് വരേണ്ട ഒരു കാര്യമില്ല. ഒരു നോട്ടം നോക്കിക്കഴിഞ്ഞാൽ സൈറ്റൻ ചളങ്ങിപ്പോകും അല്ലെ, അത്രേ ഉള്ളൂ. ദൈവത്തിന് മുമ്പിൽ നിൽക്കാനുള്ള ധൈര്യമൊന്നും അവനില്ല. ദൈവത്തിന് മുമ്പിൽ നിൽക്കാനുള്ള ഒരു എന്താ പറയാ ഒന്നുമില്ല അല്ലെ, അതിനുള്ള ഒരു കാര്യവും അവനില്ല. ദൈവം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോട്ടം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവൻ തീരുന്ന കാര്യമുള്ളൂ. പക്ഷെ ദൈവം ഈ ലോകത്തിലേക്ക് വരുന്നതിന്റെ കാര്യം മനുഷ്യവർഗത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെ. അപ്പോ സൈറ്റൻ ഒരു കാര്യം അറിയാം, ദൈവം എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ആള് ദൈവത്തിന്റെ പുത്രൻ ആണെങ്കിൽ അവൻ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം മനുഷ്യവർഗത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി, പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി, പാപത്തിന്റെ കൂലിയായിട്ടുള്ള മരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന് ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യം സൈറ്റന് കൃത്യമായിട്ട് അറിയാം. എന്തുകൊണ്ടാ? രക്തം കൊണ്ട്, ദൈവത്തിന്റെ രക്തം കൊണ്ട്, യേശുവിന്റെ രക്തം കൊണ്ട് മാത്രമേ ഒരു മനുഷ്യവർഗത്തെ വീണ്ടെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഈ ലോകത്തിലുള്ള വേറെ എന്തു കൊടുത്തെന്ന് പറഞ്ഞാലും മനുഷ്യന്റെ ആത്മാവിനെ വീണ്ടെടുക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ യേശു തന്നെ ചോദിച്ചതാ, എന്ത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും ഒരു മനുഷ്യന്റെ ആത്മാവിന് വേണ്ടി അല്ലെ, എന്ത് വില കൊടുക്കാൻ പറ്റും അല്ലെ മനുഷ്യന്റെ ആത്മാവിന് വീണ്ടെടുക്കുന്നുണ്ട്. ഈ ലോകം മൊത്തം കൊടുത്താലും അത് തികയത്തില്ല. ഒരു വ്യക്തിയുടെ ഒരാത്മാവിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഈ ലോകത്തുള്ള സകല ആത്മാവിന്റെ വില എത്രമാത്രം ഉണ്ടെന്ന് വിചാരിച്ചു നോക്കുക അല്ലെ. ആ വിലക്ക് കൊടുക്കാൻ പറ്റും, ആ വിലക്ക് പകരമായിട്ട് കൊടുക്കാൻ പറ്റുന്ന യേശുവിന്റെ രക്തം മാത്രമേ ഉള്ളൂ. ആ യേശുവിന്റെ രക്തം എങ്ങനെ കിട്ടും? ക്രോസ് ഓഫ് കാൽവരിയിലെ മരണം കൊണ്ട് അല്ലെ. അപ്പൊ ഇവിടെ സൈറ്റൻ, നീ ദൈവപുത്രനാണ്, നീ ഇങ്ങനെ കല്ലിനോട് അപ്പമായി തീർന്നോളം പറയുമ്പോൾ എന്താ ചെയ്യുന്ന വെച്ച് ഇവരെന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല്, യേശുക്രിസ്തുവിനെ കൊണ്ട് മനുഷ്യന്റെ രൂപത്തിൽ ദൈവം വരും എന്നുള്ള കാര്യം സൈറ്റന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പൊ ഇവൻ പറയുക, ഈ മനുഷ്യന്റെ രൂപത്തിൽ ഇരിക്കുന്ന ആള് ദൈവമാണെങ്കിൽ ഈ കല്ലൊന്ന് അപ്പമാക്കി കാണിക്കട്ടെ. അപ്പൊ അങ്ങനെയാകുമ്പോ രണ്ട് കാര്യം നടക്കും. അവന് മനുഷ്യന്റെ ദൈവം മനുഷ്യന്റെ രൂപത്തിലിരിക്കുന്ന ആളാണെന്ന് മനസ്സിലാവുകയും ചെയ്യും, ദൈവത്തിന്റെ പുത്രനാണെന്ന് മനസ്സിലാവുകയും ചെയ്യും. അതോടൊപ്പം ഈ ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന മനുഷ്യനായിരിക്കുന്ന ആളെ പാപത്തിലാക്കുകയും ചെയ്യാം അല്ലെ. ഇവിടെ ദൈവം ഉദ്ദേശിക്കാത്ത കാര്യം നമ്മൾ ചെയ്യുമ്പോൾ, ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരം അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ പാപവും നമ്മൾ ചെയ്യുന്നത്. ദൈവത്തിന്റെ ഒബീഡിയൻസിലേക്ക്, ദൈവത്തിന് ഒബീഡിയന്റ് ആയിക്കൊണ്ട് അല്ലെ, അനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ, അനുസരണക്കേടാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ അത് പാപമാകുക ചെയ്യുന്നത്. അപ്പൊ ഇവിടെ യേശുക്രിസ്തു എങ്ങനെ കല്ല് അപ്പമാക്കി കഴിയുമ്പോൾ പാപം ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല്, യേശുവിൽ വ്യാപരിക്കുന്ന ശക്തി, ദൈവത്തിന്റെ ശക്തി അല്ലെ, ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ദൈവം ഹോളി സ്പിരിറ്റ് ഗോഡിനെ കൊണ്ട് അനോയിന്റ് ചെയ്തിരിക്കുന്ന ആ ശക്തി, ദൈവത്തിന്റെ ശക്തി, യേശുവിനുള്ള ശക്തി, അത് തന്റെ ഇഷ്ടത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല. യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിന് വേണ്ടിയാണ്. പിതാവ് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു കാര്യം പോലും യേശുവിന് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതാണ് യേശുവിന്റെ ജീവിതം അല്ല, അതാണ് ദൈവത്തിന്റെ വഴി എന്ന് പറഞ്ഞ് സബ്മിസീവ് ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ യേശു കല്ല് അപ്പമാക്കി തീർക്കാനൊക്കെ
ഈ സേറ്റൻ പറയുന്ന പോലെ അപ്പമാക്കി തീർക്കുകയോ ചെയ്യുവാണെങ്കിൽ തനിക്ക് ദൈവം തന്നിരിക്കുന്ന അതോറിറ്റി, ആ പവറും ഹോളി സ്പിരിറ്റ് ഗോഡിനെല്ലാം മിസ്യൂസ് ചെയ്യുക ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോൾ യേശു ഒരു പാപിയായി തീരും അല്ലെ. അപ്പൊ പാപിയായി തീരുമ്പോൾ ക്രോസ് ഓഫ് കാൽവരി മരിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ അല്ലെ. പാപമില്ലാത്തവൻ യേശു ഒരൊറ്റ പാപം പോലും ചെയ്തിട്ടില്ല. അവൻ പാപമില്ലാത്തവൻ നമ്മൾക്ക് വേണ്ടി പാപമായി തീരുക ചെയ്തു ക്രോസ് ഓഫ് കാൽവരി. അപ്പൊ അങ്ങനെയാകുമ്പോ നമുക്കറിയാം ഇവിടെ സേറ്റന് എങ്ങനെയെങ്കിലും ക്രോസ് ഓഫ് കാൽവരി സംഭവിക്കരുത്, അതിനു വേണ്ടിയാണ് അവൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം പീറ്ററിനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. യേശു ചോദിക്കുന്നു അല്ലെ. ഇപ്പൊ നമുക്ക് മത്തായിന്റെ 16 നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച, ദൈവം ചോദിക്കുന്നു, യേശു ചോദിക്കുന്നു, മനുഷ്യര് ബാക്കിയുള്ളവർ എന്നെ പറ്റി എന്താ പറയുന്നു ചോദിക്കുമ്പോ പലരും പല പേര് പറയുന്നു അല്ലെ. ഓരോ പ്രോഫറ്റന്മാരെയൊക്കെ പേര് പറയുന്നു. പക്ഷെ അപ്പൊ ദൈവം ചോദിക്കുന്നു, നിങ്ങൾ എന്താ പറയുന്നത് എന്നെ പറ്റി അല്ലെ. അപ്പൊ പത്രോസ് ഉടനെ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താ പറയുക, മെസ്സയായാണെന്നുള്ള കാര്യം. കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ പത്രോസിന്റെ വായിൽ നിന്ന് വരുന്ന വാക്ക്, ദൈവമേ, ക്രൂസിഫിക്ഷന്റെ കാര്യം പറയുമ്പോ, യേശുവിന്റെ മരണത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാര്യം പറയുമ്പോ, കർത്താവെ, അങ്ങക്കത് സംഭവിക്കരുത് അല്ലെ, അങ്ങക്ക് അങ്ങനെ ഭവിക്കരുതെന്ന് പറയുക. അപ്പൊ യേശു പീറ്ററിനെ വിളിക്കുന്ന പിശാചേ എന്നാ പറയുന്നത് അല്ലെ, സാത്താനെ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ക്രൂസിഫിക്ഷൻ നടക്കരുത് എന്നുള്ളത് സാത്താന്റെ ഇഷ്ടമാണ്. അത് നടക്കരുത് ഒരു കാരണവശാലും അല്ലെ. അതിനുവേണ്ടിയാണ് യേശുവിനെ വലയ്ക്കാനാണ് അവൻ ഇവിടെ വന്നിരിക്കുന്നത്. ഈ 4ാമത്തെ വാക്കോട്ട്, യേശു അവനോട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ മേലോട്ട് കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്താൽ അവന് കാണിച്ചു. ഈ അധികാരം ഒക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം, അത് എങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവർക്ക് ഞാൻ കൊടുക്കും, നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകും എന്നും അവനോട് പറഞ്ഞു അല്ലെ. അപ്പൊ അതിന് യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ചു, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരു കാര്യം പറയുന്നത്, ഇവിടെയും അതേ തന്നെ തീമിലാണ് സൈറ്റൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെ. ക്രൂസിഫിക്ഷൻ നടക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതിനെപ്പറ്റി എന്താ പറയുന്നത് വെച്ചാൽ, നമുക്കറിയാം വെളിപ്പാട് പുസ്തകത്തിന്റെ 11ാമത്തെ ചാപ്റ്ററിലേക്ക് 15ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഈ ലോകത്തെ രാജ്യം അല്ലെ, കിങ്ഡം ഓഫ് ദിസ് വേൾഡ് അല്ലെ, കിങ്ഡം ഓഫ് ദിസ് വേൾഡ് എന്താ പറയുക, ദൈവത്തിന്റെ രാജ്യമായി തീരുന്ന, ദൈവത്തിന്റെ കിങ്ഡമായി തീരുന്ന ഒരു സമയം വരുന്നുണ്ട് അല്ലെ. ദൈവം അതിനെ ക്യാപ്ചർ ചെയ്തു എന്ന് ഒരു സമയം വരുന്നുള്ളൂ. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവൻ എന്താ പറയുന്നത്, ഈ പിശാച് എന്താ പറയുന്നത് വെച്ചാല്, ഇപ്പം ഈ വേൾഡ് അല്ല, ഈ ലോകം അവന്റെ കയ്യിലാണ്. അവന്റെ കയ്യിൽ എങ്ങനെയായത് പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാല്, ആടവും ഇവൻ പാവം ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ആ അതോറിറ്റി ഇവന് കൊടുത്തു അല്ലെ. ലോകം ഈ ഭരിക്കാനുള്ള അവകാശം ദൈവം നേരത്തെ ആടത്തിന് ഇവനും കൊടുത്തുന്ന കാര്യം ഇപ്പൊ ഇവന് പിശാചിന്റെ കയ്യിലായിപ്പോയി അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ ഇവൻ പറയുക, യേശുവിനോട് പറയും, നീ എന്നെ എന്താ പറയുക, ബൗഡൗൺ എന്റെ മുമ്പിൽ ബൗഡൗൺ ചെയ്ത് എന്നെ ഒന്ന് വർഷിപ്പ് ചെയ്യുവാണെങ്കിൽ ഇതെല്ലാം നിനക്ക് ഞാൻ തരാം അല്ലെ. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാനുള്ള അധികാരമൊക്കെ അവകാശമൊക്കെ എനിക്കുണ്ട്. അപ്പൊ ഞാൻ ഇത് നിനക്ക് അങ്ങോട്ട് തരാം അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് നീ ക്രോസ് ഓഫ് കാൽവരിയിൽ നിന്ന് പോകേണ്ട കാര്യമില്ല. നീ ഇത്രയും കഷ്ടപ്പാട് അനുഭവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാം എല്ലാത്തിനോട് ഞാൻ നിനക്ക് തരാം അല്ലെ. നീ ക്രോസ് ഓഫ് കാൽവരി വരെ പോകേണ്ട കാര്യമില്ല അല്ലെ എന്ന് പറയുക അല്ലെ. അപ്പോ കഷ്ടപ്പാട് കൊണ്ട് ക്രൂസിഫിക്ഷൻ എല്ലാം കഴിഞ്ഞു, ലാമ്പിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ദൈവം പറയുന്നത്, എന്താ പറയുന്നത്, കിങ്ഡം ഓഫ് ദിസ് വേൾഡ് അല്ലെ, ഈ ലോകത്തിന്റെ കിങ്ഡം എന്നുള്ളത് ദൈവത്തിന്റെ കിങ്ഡം പറയുന്നത്. അപ്പൊ അത്രയും കഷ്ടപ്പാടുണ്ട്. അപ്പൊ സൈറ്റൻ പറഞ്ഞു, നീ അതിനൊന്നും പോകണ്ട, നീ എന്നെ വെറുതെ ഒന്ന് നമസ്കരിച്ചാൽ മതി, അത് പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ നിനക്കങ്ങ് തരുന്നത് എന്ന് പറഞ്ഞാല് ആ ക്രോസ് ഓഫ് കാൽവരി വരെ ഒന്ന് പോകണം അല്ലെ. പാപം ചെയ്യാൻ പറയുക, ക്രോസ് ഓഫ് കാൽവരി ഉണ്ടാകാതിരിക്കട്ടെ എന്ന്. അപ്പൊ അതൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവിടെ പിന്നെ 9ാമത്തെ വാക്കിലേക്ക് പറയാം, അവനെ യെരൂശലേമിൽ കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രൻ എങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക, നിന്നെ കാപ്പാൻ ഞാൻ തന്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കും, നിന്റെ കാൽ കല്ലിനോട് തട്ടാത്തവണ്ണം അവർ നിന്നെ കയ്യിൽ തങ്ങിക്കൊള്ളുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ 13ാമത്തെ വാക്ക് പറയാ, അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. അപ്പൊ ഇവിടെയും അവൻ മനുഷ്യന്റെ ഒരു അഹങ്കാരത്തിന്റെ പുറത്തല്ല, മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ പുറത്ത് ചെയ്യുന്ന പോലെ അല്ലെ, എനിക്ക് എന്ത് വേണം ചെയ്യാം അല്ലെ, പ്രൈഡ് ഓഫ് ലൈഫ് എന്നല്ല പറയുന്നത്. പ്രൈഡ് ഓഫ് ലൈഫില് കൊണ്ട് ഇവൻ ആ ഒരു കാര്യം ഓപ്പറേറ്റ് ചെയ്യാൻ പറയൂ അല്ലെ, എടുത്ത് ചാടിക്കൂ
എടുത്തു ചാടി അങ്ങ് ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിയിൽ അങ്ങ് പറയുക ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതെല്ലാം നടക്കുന്നത് ഇവൻ പിശാച് യേശുക്രിസ്തുവിനെ ജെറുസലേമിൽ കൊണ്ടുപോവുകയും ക്രിസ്തുവിനെ എന്താ പറയുക ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി എന്നൊക്കെ പറയുമ്പോൾ അത് ഫിസിക്കലി നടക്കുന്ന കാര്യമല്ല, ഫിസിക്കലി ചെയ്യുന്ന കാര്യത്തെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. അത് മനസ്സിലുണ്ടാകുന്നതാണ്, ചിന്തകളാണ് അല്ലെ. മനസ്സ് നമ്മുടെ ശരീരത്തിനേക്കാളും എന്താ ഭയങ്കര ശരീരത്തിൽ നിന്ന് വാ കൊണ്ട് നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ ശരീരം ചെയ്യുന്നതിനേക്കാൾ വളരെ പവർഫുൾ ആണ് നമ്മുടെ ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. നമ്മുടെ ചിന്ത അനുസരിച്ച് നമ്മുടെ മനസ്സിൽ എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് അതുപോലെ ആയിരിക്കില്ല ഒരു വ്യക്തി ഉണ്ടാകുന്നത്. ഹൃദയത്തിൽ എന്തായിരിക്കുന്നു, എന്ത് വിചാരിക്കുന്നു, എന്ത് വിശ്വസിക്കുന്നു, അതുപോലെയുള്ള ഒരു വ്യക്തി എന്നുള്ള ദൈവം പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ യേശുവിന്റെ മനസ്സിലേക്ക് ഓരോ ചിന്തകൾ ഇങ്ങനെ കൊണ്ട് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവൻ ഇതെല്ലാം പറയുന്നത്. അല്ലാതെ യേശുവിനെ കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിൽ ഫിസിക്കലി നിർത്തി എന്നല്ല പറയുന്നത് അല്ലെ. ഇത് നമ്മൾ ചെന്ന് അതിന്റെ പൊക്കത്ത് യേശു വലിഞ്ഞു കയറി ദേവാലയത്തിന്റെ പൊക്കത്തിൽ വലിഞ്ഞു കയറി നിന്നു, അതല്ല പറയുന്നത്. ചിന്തിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇപ്പൊ മൂന്നാമത്തെ കാര്യത്തിലും ടെംപ്റ്റേഷനും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ആ ഒരു അഹങ്കാരത്തിൽ നീ അങ്ങ് ചാടിക്കോ, ദൈവം അങ്ങ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചുരുക്കി പറഞ്ഞു വെച്ചാല് ചാടി അങ്ങ് ആത്മഹത്യ ചെയ്തു അല്ലെ, അത് കുഴപ്പമില്ല എന്നുള്ള രീതി ഇൻഡയറക്റ്റ് ആയിട്ട് അവൻ പറയുക അല്ലെ, വളഞ്ഞ വഴി കൂടെ അവൻ പറയുക എന്ന് വെച്ചു കഴിഞ്ഞാല് ഒരു കാര്യം മനസ്സിലാക്കി, യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവരിയിൽ മരിച്ചെങ്കിലേ ഉള്ളൂ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മൾക്ക് വീണ്ടെടുക്കാൻ സാധിക്കും. നമ്മുടെ പാപം മൊത്തം യേശുവിന്റെ തലയിലായതിനു ശേഷം നമ്മളുടെ സ്ഥാനത്ത് മരിച്ചെങ്കിലേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് റിഡംഷൻ ഉണ്ടാകത്തുള്ളൂ, നമ്മൾക്ക് വീണ്ടെടുക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ സ്ഥലത്ത് യേശുക്രിസ്തു മരിച്ചിട്ട് നമ്മൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റുകൊണ്ടാണ് നമ്മൾക്ക് നമ്മുടെ പാപത്തിന് മോചനവും നമ്മൾക്ക് വിടുതലും ഉള്ളത്. അല്ലാതെ യേശു വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മൾക്ക് വേണ്ടിയെല്ലാം മരിക്കുന്നെങ്കിൽ യേശു ലോകത്തേക്ക് വന്നേക്കുന്നതിന്റെ പർപ്പസ് തന്നെ ഇല്ലാതായി പോകത്തില്ലേ. അപ്പൊ ഇവിടെ സൈറ്റൻ പറയാം നീ ഇങ്ങ് ചാടിക്കും അല്ലെ, ഏഞ്ചൽസ് മാലാഖമാരെ പിടിച്ചോളും അല്ലെ, ക്രുക്കഡായിട്ടുള്ള വെയിൽ അവൻ പറഞ്ഞു കൊടുക്കുക. പക്ഷേ അതിലൊന്നും വീഴത്തില്ല നമ്മുടെ ദൈവം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ആഴത്തിന് വെറുതെ ഒരു ആടത്തിനും ഈവനും വെറുതെ ഒരു ഫ്രൂട്ട് എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവര് അങ്ങ് വീണു പോയി. പക്ഷെ ഇത്രയും ഒക്കെ പറഞ്ഞിട്ട് പോലും ഭക്ഷണമില്ലാഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാതിട്ട് പോലും വീഴിക്കാൻ നമ്മുടെ ദൈവത്തെ വീഴിക്കാൻ പറ്റത്തില്ലെന്ന് സൈറ്റന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൻ എന്താ ചെയ്തത്, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതിന് വേണ്ടി അവൻ കാത്തിരുന്നു. അപ്പൊ നമ്മുടെ ദൈവത്തെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതിന് വേണ്ടി കാത്തിരിക്കാൻ അല്ലെ, ദൈവത്തിനെതിരായിട്ട് കാത്തിരുന്നവനാണ് പിശാചെങ്കിൽ എത്രമാത്രം നമുക്കെതിരായിട്ട് അവൻ കാത്തിരിക്കും അല്ലെ. മനസ്സിലാക്കി വെക്കുക, അവൻ നമ്മൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ഉള്ളിലുള്ള ആളെ ഹോളി സ്പിരിറ്റ് ഗോഡ് പിശാചിനേക്കാളും എത്രയോ വലിയ ഹോളി സ്പിരിറ്റ് ഗോഡ് ദൈവമാണ് അല്ലെ. പക്ഷെ ഞാൻ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് അവൻ പിശാച് ഒരു അലറി വിളിക്കുന്ന സിംഹത്തെ പോലെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അല്ലെ. ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറയാവുന്ന മാർക്കോസിന്റെ 14 പോകുമ്പോൾ അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതിന് വേണ്ടി, ഒരു സാഹചര്യം കിട്ടുന്നതിന് വേണ്ടി കുറച്ച് നാളത്തേക്ക് അവൻ വെയിറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ അങ്ങനെ അവന് സാഹചര്യം കിട്ടിയോ അല്ലെ, സൈറ്റിന് പിന്നെ സാഹചര്യം കിട്ടിയോ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കാണാം മാർക്കോസിന്റെ 14 പോകുമ്പോ അല്ലെ, അപ്പൊ നമ്മൾ മത്തായിക്കകത്ത് കൊണ്ട് ലൂക്കോസിന്റെ അകത്ത് കൊണ്ട് ജോണിന്റെ അകത്ത് കൊള്ളക്കാരനുള്ള ഗെത്സമനയില് ദൈവം യേശുക്രിസ്തുവിന്റെ ആ ഒരു അവസാനത്തെ ആ നിമിഷത്തെ ആ പ്രാർത്ഥനയൊക്കെ അല്ലെ, രക്തം പോലെ തന്റെ സ്വെറ്റൊക്കെ വരുന്ന കാര്യം നമ്മൾ കാണുന്നു. അപ്പൊ ഇവിടെ ഞാൻ മാർക്കോസിൽ നിന്ന് വായിക്കുന്ന 14 മാർക്കോസിന്റെ 14 ചാപ്റ്ററിന്റെ 34 വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. യേശു പറയുന്ന വാക്കാണ്, ഗെത്സമനയിലാണ്, ഗാർഡൻ ഓഫ് ഗെത്സമനയിലാണ് യേശുവും തന്റെ ശിഷ്യന്മാരും എല്ലാവരും. അപ്പൊ യേശു ഇവിടെ പറയും, എന്റെ ഉള്ളം മരണം വേദന പോലെ അതിദുഃഖമായിരിക്കുന്നു, ഇവിടെ പാർത്തോ ഉണർന്നിരിപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. അപ്പൊ യേശുവിന്റെ അവസാനത്തെ നിമിഷങ്ങളിൽ അല്ലെ, എന്ന് വെച്ച് കഴിഞ്ഞാല് തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നുള്ള ആ നിമിഷങ്ങളിൽ ദൈവം യേശു വളരെയധികം പ്രാണവേദന, യേശുവിന് വളരെ സങ്കടമാണ് അല്ലെ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ സങ്കടം എന്ന് പറയുന്നത് മനുഷ്യന്റെ എന്താ പറയുക ജഡത്തിന്റെ സ്വഭാവത്തിന്റെ കൂടെ അല്ല വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക വെച്ചാൽ നമ്മുടെ ആത്മാവിൽ നിന്ന് വരുന്ന നമ്മുടെ സ്പിരിറ്റ് അല്ലെ, മനുഷ്യന് 3 ഭാഗങ്ങളാണുള്ളൂ. മനുഷ്യന്റെ സ്പിരിറ്റ് ബീയിങ് ആണ്, പിന്നെ ഒരു സോൾ ഉണ്ട് നമുക്ക്, പിന്നെ ഒരു ശരീരമുണ്ട് അല്ലെ. ഈ സോൾ എന്ന് പറയുന്നത് പ്രാണൻ അല്ലെ, അത് നമ്മുടെ ജഡത്തിന്റെ ആയിട്ട് ഒരുപാട് കണക്റ്റഡ് ആയിരിക്കുമല്ലോ. മനസ്സൊക്കെ ജഡത്തിന്റെ സ്വഭാവമായിട്ട് കണക്റ്റഡ് ആയിരിക്കുമല്ലോ. പക്ഷെ ആത്മാവിൽ നിന്ന് വരുന്നത്
എന്താ പറയുന്നത്, നമ്മളുടെ ഹോളി സ്പിരിറ്റ് ഗോഡുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുമല്ലോ. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഒരു സങ്കടം എന്ന് പറയുന്നത് ആം, അത് ദൈവത്തിൽ നിന്നുള്ള സങ്കടമാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ ദൈവം യേശുക്രിസ്തു പറയുന്നത് അത് ജഡത്തിൽ നിന്നുള്ള സങ്കടമാണ്. ഞാൻ പറയുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആത്മാവിൽ നിന്നുള്ള സങ്കടമാണെങ്കിൽ ഇങ്ങനെ അടുത്ത വാക്ക് ദൈവം യേശുക്രിസ്തു പറയത്തില്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? അബ്ബാ പിതാവേ, 36ാമത്തെ വാക്ക് പറഞ്ഞു, അബ്ബാ പിതാവേ, നിനക്ക് എല്ലാം കഴിയും, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ അത് ആത്മാവിൽ നിന്നുള്ള സങ്കടമല്ല. ഹോളി സ്പിരിറ്റ് ഗോഡ്, നമ്മുടെ ആത്മാവും ഹോളി സ്പിരിറ്റ് ഗോഡുമായിട്ട് കണക്റ്റഡ് ആണ്. അവിടെ ഹോളി സ്പിരിറ്റ് ഗോഡ് കൊണ്ടിട്ട ഒരു സങ്കടമല്ല, നമ്മുടെ അത് യേശുവിന്റെ ആത്മാവിൽ നിന്നുള്ള സങ്കടമല്ല, അല്ലെ? കാരണം ഞാൻ പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്തിലേക്ക് യേശു വന്നത് തന്നെ മനുഷ്യർക്ക് വേണ്ടി മരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഇവിടെ യേശു ചോദിക്കാണ്, ദൈവമേ, ഈ പാനപാത്രം എടുത്ത് മാറ്റാൻ പറ്റുമോ എന്ന്, അല്ലെ? അപ്പൊ ആ ഒരു അവസ്ഥയിലായി യേശു എന്ന് ചുരുക്കം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായെന്ന് വെച്ച് കഴിഞ്ഞാല്, ആ മനുഷ്യവർഗത്തിന് വേണ്ടി പാപമായിട്ട് തീരാൻ പോകുന്നു യേശു, അല്ലെ? ക്രോസ് ഓഫ് കാൽവരി പാപമായിട്ട് തീരാൻ പോകുന്നു. അപ്പൊ ആ പാപം വന്നു കഴിയുമ്പോൾ പാപം ദൈവത്തിൽ നിന്ന് മനുഷ്യരെ അകറ്റും. അപ്പൊ അങ്ങനെയാകുമ്പം മനുഷ്യവർഗത്തിന്റെ സകല പാപം, നേരത്തെ പാപം, ഇപ്പോഴത്തെ പാപം, അതിന് ഇനി വരാതിരിക്കുക സകല പാപം യേശുവിന്റെ തലയിലായി കഴിഞ്ഞപ്പോഴേക്കും, അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, യേശു പാപമായിട്ട് തീർന്നു എന്ന് നമ്മളോട് പറഞ്ഞു. യേശു പാപമായിട്ട് തീർന്നു, ഒരിക്കൽ പോലും പാപം ചെയ്യാത്തവൻ പാപമായിട്ട് തീർന്നു. അപ്പൊ അങ്ങനെ പാപമായിട്ട് തീരുമ്പോൾ പിതാവിൽ നിന്ന് അകലത്തിലേക്ക്, അപ്പൊ ആ ഒരു സെപ്പറേഷൻ, അല്ലെ? ആ ഒരു സെപ്പറേഷൻ അത് ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു വിഷമത്തെ പറ്റി ഓർത്ത് യേശു ഭയങ്കര അധികം ദുഃഖമായിരുന്നു. അപ്പൊ ആ ഒരു ദുഃഖം, അവിടെ ഉണ്ടാകുന്ന ദുഃഖം, അത് ജഡത്തിന്റെ പാർട്ടായിട്ട് വരുന്ന ഒരു ദുഃഖമാണ്. മനസ്സിൽ നിന്ന് വരുന്ന, പ്രാണനിൽ നിന്ന് വരുന്ന ഒരു ദുഃഖമാണത്, അല്ലെ? അപ്പൊ ആ ദുഃഖം, അങ്ങനെ ഒരു ദുഃഖം വന്നപ്പോ അത് പിശാചിന് ഒരു എൻട്രി പോയിന്റാ. യേശുവിനെ ഒന്ന് പ്രലോഭിപ്പിക്കാനുള്ള ഒരു എൻട്രി പോയിന്റ്. യേശുവിലേക്ക് കടക്കാൻ അവന് സാധിക്കത്തില്ലല്ലോ, അല്ലെ? പക്ഷെ യേശുവിനെ ഒന്ന് പ്രലോഭിപ്പിക്കാനുള്ള ഒരു 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 അവസരമായിരുന്നു പിശാചിന്. ആ ഒരു അവസരം മുതലാക്കി കഴിഞ്ഞപ്പോഴാണ് യേശു സംസാരിക്കുക, ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിക്കളയണം, അല്ലെ? അപ്പൊ താൻ ഈ ലോകത്തിലേക്ക് വന്നതിന്റെ പർപ്പസ് എന്താന്ന് പോലും മറന്നു പോയിക്കൊണ്ട് യേശു പറയുക, ദൈവമേ, പിതാവ്, ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിക്കളയണമേ. അപ്പൊ അന്ന് പിശാചിന് കിട്ടാത്ത ഓപ്പർച്യൂണിറ്റി അവൻ ഇവിടെ ഉപയോഗിക്കുക. പക്ഷെ നമുക്കറിയാം, എന്നാലും നമ്മുടെ ദൈവം ഇതിനെ ഓവർകം ചെയ്ത് തന്നെ ചെയ്തു. എങ്ങനെ ഓവർകം ചെയ്തത്? പിതാവിന്റെ കയ്യിലേക്ക് തന്നെ കൊടുത്ത് സബ്മിറ്റ് ചെയ്തുകൊണ്ട് യേശു പറയുക, എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പിതാവെ, അങ്ങയുടെ ഇഷ്ടത്തിന് പ്രകാരമുള്ളത് മാത്രം നടക്കട്ടെ, എന്റെ ഇഷ്ടം, താല്പര്യം പറഞ്ഞാൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറണം, അല്ലെ? ഇങ്ങനെ ക്രോസ് ഓഫ് കാൽവരി എനിക്ക് സംഭവിക്കരുത്, പക്ഷെ എന്നാലും അങ്ങയുടെ ഇഷ്ടം നടക്കണം. സബ്മിറ്റ് ചെയ്യുവാണ്, ദൈവത്തിലേക്ക് സബ്മിറ്റ് ചെയ്യുകയാണ്, അല്ലെ? അപ്പൊ നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവര് നമ്മളെയും വലയ്ക്കാൻ വേണ്ടി പിശാചു ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ദൈവത്തിലേക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ, ദൈവത്തിലേക്ക് ഒബീഡിയന്റ് ആയിരിക്കും, ദൈവത്തിലേക്ക് നമ്മൾ അടിയറവ് വെക്കുമ്പോൾ, നമ്മുടെ ജീവിതം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം മാത്രം മതി എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മൾ നിലപാടെടുത്ത് കഴിയുമ്പോഴേക്കും പിശാചിനെ പിന്നെ നമ്മൾ എതിർക്കുമ്പോൾ അവൻ ഓടിപ്പോകുക തന്നെ ചെയ്യും, അല്ലെ? ഇവിടെ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതിന്റെ പർപ്പസ് തന്നെ നമ്മൾക്ക് വേണ്ടി ക്രോസ് ഓഫ് കാൽവറിയിൽ മരിക്കുക, നമ്മളെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്, അല്ലെ? ആ പർപ്പസിനെ ഇല്ലാതാക്കാൻ വേണ്ടി പിശാച് പണിപ്പെട്ടെങ്കിൽ, നമ്മളുടെ ജീവിതത്തില് ദൈവം തന്നിരിക്കുന്ന വിളി, അല്ലെ, അത് പർപ്പസും അതിനെ ഇല്ലാതാക്കാൻ ഇവൻ എത്രമാത്രം ശ്രമിക്കും എന്നുള്ള കാര്യത്തെ പറ്റി നമ്മൾ എപ്പോഴും അറിവുള്ളവര് ആയിരിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിളി എന്ന് പറഞ്ഞാല്, പർപ്പസ് എന്ന് പറഞ്ഞാല്, യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ അങ്ങനെ യേശുക്രിസ്തുവിനെ പോലെ തീർക്കാതിരിക്കുന്നതിന് വേണ്ടി ഈ ദൈവം നമുക്ക് ഈ ലോകത്ത് ചെയ്യാൻ തന്നിരിക്കുന്ന വർക്കിനെ അത് വേണ്ടെന്ന് വെപ്പിക്കാൻ വേണ്ടി പിശാച് എത്രമാത്രം കഷ്ടപ്പെടും എന്നുള്ളതിനെ പറ്റി നമ്മൾ എപ്പോഴും അറിവുള്ളവർ ആയിരിക്കും. നമ്മൾ അറിവില്ലാത്ത വ്യക്തികളാണെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടു പോവുക തന്നെ ചെയ്യും, അല്ലെ? അവൻ നമ്മളെ കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യും, അല്ലെ? നമ്മള് എപ്പോഴും അറിവുള്ള വ്യക്തികളായിരിക്കും, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാല്, ഓരോ ചിന്തകൾ വരുമ്പോൾ ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഒരു സ്പിരിറ്റ് ഡിസേൺമെന്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാതെ ദൈവത്തിൽ നിന്ന് നമ്മൾ ചോദിക്കുക, അല്ലെ? ദൈവമേ, എനിക്ക് ഏതാണ് ഇത്? ഈ ചിന്താഗതികളൊക്കെ ദൈവത്തിൽ നിന്നുള്ളതാണ്, എന്റെ ജഡത്തിന്റെ സ്വഭാവത്തിൽ നിന്നുള്ളതാണോ, അതോ പിശാചിൽ നിന്നുള്ളതാണോ, അല്ലെ? അങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിവ് തരുക. അപ്പൊ ദൈവം തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തില് 10ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സകല ചിന്തകളും യേശുവിന്റെ സബ്ജക്ഷനിലാക്കുക, അല്ലെ? എല്ലാത്തിനെയും യേശുവിന്റെ കാൽക്കീഴിലാക്കുക, അല്ലെ? സകല ചിന്തകളെ. അങ്ങനെ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നു വെച്ച് കഴിഞ്ഞാല്,
പിശാച് മനുഷ്യന്റെ മനസ്സിലേക്ക് ചിന്താഗതികളെ ഇടുക തന്നെ ചെയ്യും, അല്ലെ? മോശപ്പെട്ട രീതിയിലുള്ള ചിന്താഗതികൾ, തങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്നുള്ള ചിന്താഗതികൾ, അല്ലെ? പിന്നെ ചിന്തകള്, പിന്നെ ഗിൽറ്റി കോൺഷ്യസ്, അല്ലെ? ഞാൻ ഇങ്ങനെ ചെയ്തു പോയി, ഞാൻ പാപിയായ ഒരു വ്യക്തിയാണല്ലോ, ഞാൻ പാപം ചെയ്തു പോയല്ലോ എന്നുള്ള ചിന്താഗതികൾ, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട്, അല്ലെ? ഓരോ അസുഖങ്ങൾ കൊണ്ട്, ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് അവൻ മനുഷ്യനെ, ദൈവത്തിന്റെ മക്കളെ എസ്പെഷ്യലി എന്താ പറയുന്നത്, വട്ടം കറക്കാൻ വേണ്ടി നടക്കുന്നവരാണ്. പക്ഷെ അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോ കടക്ക് പുറത്തെന്ന് പറയാനുള്ള ഒരു കഴിവ്, ഒരു ചങ്കൂറ്റം നമുക്കുണ്ടായിരിക്കണം. അതുണ്ടാകുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ, അല്ലെ? ദൈവം എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ വിജയിച്ചവനാണെന്നുള്ള കാര്യം മനസ്സിലായി കഴിയുമ്പോൾ, ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ, ആ വചനം എടുത്തിട്ട് പെരുമാറാൻ ഉള്ള ഒരു ശക്തി, അല്ലെ? അത് വാള് പോലെ യേശു അങ്ങനെ ഉപയോഗിച്ചു, അത് ഉപയോഗിക്കാനുള്ള ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ, അല്ലെ? അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ദൈവത്തിൽ വിശ്വാസമുള്ളപ്പോൾ. ഞാൻ ഓവർകമ്മറാണ്, ഞാൻ അതിജീവിച്ചവനാണ്, അല്ലെ? ഈ പിശാചിന്റെ ഒരു തന്ത്രം എന്റെ ഉള്ളിൽ നടക്കത്തില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ, അല്ലെ? അത് നമ്മൾക്ക് ശക്തിയാണ് തരുന്നത്. അപ്പൊ അതിനുവേണ്ടിയാണ് ദൈവം നമ്മളോട് പറയുന്നത്, അല്ലെ? ഇവൻ ഇങ്ങനെ ഓരിയിട്ട് നടക്കുന്ന സൈറ്റൻ, അല്ലെ? അവൻ അവൻ എന്താ പറയുക, സിംഹത്തെ പോലെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കും, അല്ലെ? ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, അല്ലെ? ഇവൻ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പൊ നമുക്കറിയാം രണ്ട് രീതിയിലുള്ള മനുഷ്യരെയാണ്, ദൈവത്തിന്റെ മക്കളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു കൂട്ടര് എന്ന് പറയുമ്പോ പിശാചില്ല എന്ന് വിചാരിക്കും. പിശാചിന് അത് കുഴപ്പമൊന്നുമില്ല, അവന് അത്രയും ശക്തിയൊന്നുമില്ല ഇല്ലെന്ന് അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു ആൾക്കാർ, അല്ലെ? അത്ര വലിയ കാര്യമാക്കാത്ത ആൾക്കാർ. പക്ഷെ വേറെ കുറെ ആൾക്കാർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടിക്കുന്നവർ, പിശാചിനെ പേടിക്കുന്നവർ, അല്ലെ? ഓ, പിശാച് ഈ ബന്ധനത്തിൽ എന്നെ ആക്കും, ആ ബന്ധനത്തിലാക്കും, ആ പോരാട്ടമാണ്, ഈ പോരാട്ടമാണ് എന്നും പറഞ്ഞിട്ട് എപ്പോഴും പേടിക്കുന്ന ഒരു സ്വഭാവമുള്ളവർ, അല്ലെ? തൊട്ടതിനും പിടിച്ചതിനെല്ലാം സൈറ്റന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ഗ്ലോറി കൊടുക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, അല്ലെ? അപ്പൊ നമ്മൾ അതിന് രണ്ടിലും കൂടെ പെടാതിരിക്കുക, നമ്മൾ ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക, ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക. സൈറ്റൻ എത്രമാത്രം ശക്തിയുള്ളവനാണെങ്കിൽ പോലും, അല്ലെ? അത് കുഴപ്പമില്ല, കാരണം നമ്മുടെ ദൈവം നമുക്ക് അവന്റെ തലയെ ചവിട്ടി കൂട്ടാനുള്ള അധികാരം അവകാശം തന്നിട്ടുണ്ട്. അവരുടെ സകല എന്താ പറയുക പ്രവൃത്തിയും ചവിട്ടാനുള്ള അധികാരം നമുക്ക് നമ്മുടെ ദൈവം തന്നിട്ടുണ്ട്. സർപ്പത്തിന്റെയും തേളിന്റെയും തല ചവിട്ടി പൊട്ടിക്കാനുള്ള അവകാശം നമ്മുടെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെ? ഒരിക്കൽ പോലും വിചാരിക്കാതിരിക്കുക ദൈവം നമ്മളോട് ക്ഷമിക്കത്തില്ല എന്ന് വിചാരിക്കാതിരിക്കുക. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് പലരുടെയും ജീവിതത്തിൽ. പിശാച് കൊണ്ടുവരുന്ന ഒരു ചിന്താഗതിയാണ് പേടി എന്നുള്ളൊരു കാര്യം. പിശാച് എപ്പോഴും മനുഷ്യന്റെ ഹൃദയത്തിനുള്ളിലേക്ക് ഇട്ട് വെക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇനി എന്റെ ഫ്യൂച്ചർ എന്നുള്ളൊരു പേടി, അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ എങ്ങനെ നോക്കും എന്നുള്ള പേടി, ഓരോ കാര്യത്തിലുള്ള പേടി വരുന്ന പിശാചിൽ നിന്നാണ്. കാരണം ഹോളി സ്പിരിറ്റ് ഗോഡ് ധൈര്യത്തിന്റെ ആത്മാവാണ്, അല്ലെ? ബലത്തിന്റെ ആത്മാവാണ്. അപ്പൊ ബലവും ധൈര്യവും മാത്രം സമാധാനം സന്തോഷം മാത്രം ദൈവത്തിൽ നിന്ന് വരത്തുള്ളൂ. പേടിയൊന്നും ദൈവത്തിൽ നിന്ന് വരുന്ന കാര്യമല്ല. പിന്നെ ചിലരുടെ മനസ്സിലേക്ക് പിശാചിടുന്ന കാര്യം എന്ന് വെച്ചാൽ ഗിൽറ്റി ഫീലിംഗ്, അല്ലെ? ഓ, ഞാനിത് ചെയ്തു പോയല്ലോ, ദൈവത്തിന് ഉതകാത്ത വ്യക്തിയാണ് ഞാൻ, ദൈവത്തിന് ഉപകാരപ്പെടാത്ത വ്യക്തിയാണ്, ദൈവം എന്നോട് ക്ഷമിക്കത്തില്ലല്ലോ, അല്ലെ? അങ്ങനെ ഒരു വിചാരം പലരുടെയും മനസ്സിലുണ്ട്. അതുകൊണ്ട് പലരും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നൊരു കാഴ്ചയാണ്. അപ്പൊ ഒരു കാര്യം നമ്മൾ വിചാരിച്ചാൽ മതി, ദൈവം ക്ഷമിക്കാത്ത ഒരൊറ്റ ഗ്രൂപ്പ് ആൾക്കാർ മാത്രമേ ലോകത്തുള്ളൂ. ആരാന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തോട് ക്ഷമ ചോദിക്കാൻ തയ്യാറല്ലാത്ത വ്യക്തികൾ, ദൈവത്തിലേക്ക് വരാൻ താല്പര്യമില്ലാത്ത വ്യക്തികളോട് മാത്രമേ ദൈവം ക്ഷമിക്കാതിരിക്കത്തുള്ളൂ. ദൈവത്തിലേക്ക് വരാൻ, ദൈവത്തോട് ക്ഷമ ചോദിക്കാൻ, ദൈവത്തിന്റെ കൂടെ ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തിയോടും ദൈവം ഒരിക്കൽ പോലും ക്ഷമിക്കാതിരിക്കത്തില്ല. ദൈവം ക്ഷമിക്കുക തന്നെ ചെയ്യും, അല്ല? അതാണ് ദൈവത്തിന്റെ ഹൃദയം. കാരണം ആത്മാവിന്റെ വില അറിയാവുന്ന വ്യക്തിയാണ് ദൈവം, അല്ലെ? ദൈവം തന്നെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്, യേശുക്രിസ്തു ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്, ഒരാത്മാവിന് പകരമായിട്ട് എന്ത് കൊടുക്കാൻ സാധിക്കും, അല്ലെ? ഈ ലോകത്തെ മൊത്തം കിട്ടിയാലും ഒരാത്മാവിന് പകരമാകത്തില്ല, അല്ലെ? അപ്പൊ അങ്ങനെ ആയിരിക്കുമ്പോ, അങ്ങനെ ദൈവത്തിന് അറിയാതിരിക്കുമ്പോൾ നമ്മളോട് ക്ഷമിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ദൈവം ഒരിക്കലും ഇല്ല, ക്ഷമിക്കുക തന്നെ ചെയ്യും. നമ്മൾ ക്ഷമ ചോദിക്കാൻ തയ്യാറാണെങ്കിൽ ക്ഷമ ചോദിക്കുന്നതോട് ക്ഷമിക്കുക തന്നെ ചെയ്യും. ഇനി ക്ഷമിക്കാതിരിക്കുന്നത് ക്ഷമ ചോദിക്കാൻ തയ്യാറല്ലാത്ത വ്യക്തികളോടാണ്, അല്ലെ? അല്ലാത്തവരോടെല്ലാം ദൈവം ക്ഷമിക്കുക തന്നെ ചെയ്യും, ക്ഷമിക്കാൻ ചോദിക്കാൻ തയ്യാറാണെങ്കിൽ. അപ്പൊ പിശാചിടുന്ന ഒരു ചിന്താഗതിയാണ് നമ്മുടെ മനസ്സിലേക്ക്, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലെന്നേ, ദൈവം ക്ഷമിക്കത്തില്ലെന്നേ, ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ. പക്ഷെ അത് കറക്റ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അല്ല. അവൻ ക്ഷമിക്കും, നമ്മുടെ ദൈവം ക്ഷമിക്കുക തന്നെ ചെയ്യും. അതെന്നും മനസ്സിലാക്കിയിരിക്കുക. അപ്പോ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കിയ, പിശാച് അവൻ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റാനുള്ള സകല പണിയും ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അപ്പോഴേക്കും നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവന്റെ മുഖം അടിച്ച് തല്ലി കൊടുക്കാനുള്ള ഒരു കഴിവ്, ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ എന്നും ഉണ്ടാകട്ടെ, അല്ലെ? അങ്ങനെ ഉണ്ടാകുന്നത് ദൈവത്തിന് കൂടെ ആയിരിക്കുമ്പോഴാണ്. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നിർത്താം. കർത്താവ്, ഈ സമയത്ത് നന്ദി പറയുന്നു. കർത്താവ്, അങ്ങയുടെ സ്നേഹം പോലെ സ്നേഹമില്ല. താങ്ക് യു ജീസസ്.
ജീസസ് മാസ്റ്റർ. കർത്താവെ, അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളെ ശക്തിപ്പെടുത്താൻ നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ സോങ് ആയിട്ട് സ്ട്രെങ്ത് ആയിട്ട് കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. കർത്താവ് നന്ദി പിതാക്കട്ടെ. പിശാചിന്റെ സകല വിധത്തിലുള്ള വർക്കിന് കർത്താവ് അതിനെ താഴെയിട്ട് ചവിട്ടിക്കൂട്ടാനുള്ള ശക്തി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. താങ്ക് യു ജീസസ് മാസ്റ്റർ. അധികാരം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. താങ്ക് യു ജീസസ് മാസ്റ്റർ. കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള നന്ദി പറയുന്നു. കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരിലോട് പ്രാർത്ഥിക്കാൻ അനുഗ്രഹിക്കണം എന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. കേട്ട നന്ദി. ദൈവത്തിനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.